കഥയിലെ നായകൻ. അയ്യോ അല്ല, തെറ്റിപ്പോയി. ഇരിക്കണോ നമ്മുടെ നായകൻ. ലയനടിയാണ്, പക്ഷെ ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ എവിടത്തെ? അവനവിടെ തന്നെയുണ്ട്. നീ പെട്ടെന്ന് വാ. എവിടവൻ? വിപിനല്ലേ? അതെ. എണിക്കടാ. എന്താ? ഞാൻ അപ്പോഴും പറഞ്ഞു അവള് പറയും പോലേന്ന്. ഇപ്പൊ അവളുടെ ഏട്ടന്മാര് പഞ്ഞിക്കിട്ടപ്പോ സമാധാനായില്ലേ? അതിന് അവൾക്ക് അവിടെ ഏട്ടൻ ഒന്ന് പോടാപ്പ. സുഭാഷേ, എന്നടാ ഈ നാറികളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. നീ ഓർമ്മ ഒഴുക്കി. ഏടാ ബിബി, അത് നീ കുടിക്കില്ലല്ല. നീ പറഞ്ഞത് ചെയ്താൽ മതി. ഓർമ്മ ഒഴുക്കടാ. എന്താ ശരിക്കും ഉണ്ടായത്? നീ കാര്യം പറ. കുറച്ച് നാളായിട്ട് നീ ലച്ചുവിൻ്റെ പുറകെയാണല്ലോ. ഇനി അത് വേണ്ട. അവളെ ഞാൻ നോട്ടുവിട്ടിട്ട് കുറച്ച് നാളായി. ഇനി നിന്നെ അവളുടെ കൂടെ കണ്ട ചവിട്ടി നാട്ടിലൊടിക്കും. എവിടത്തെയാടാ അവൻ? അവനാ മഞ്ഞപ്രയത്ത ആളൊരു മടയാ. ആ കവലേക്കാണ്. ആ വള്ളി വടക്കത്തിൻ്റെ സ്ഥിരം കുറ്റിയാ. ചേർത്തേ, വണ്ടി എടുക്കണം. കനവിനുള്ളിലെ തീയായ നുള്ളിയിലെ കനല തിരുകളുടെ നേരം നീ നെഞ്ചു ഞാൻ വിളർക്കുന്നു. നീ എന്തായിട്ടിരിക്കണേ? അത് വന്നോട്ടെ. എന്താടാ? എൻ്റെ ഏരിയയിൽ വന്നിട്ട് എനിക്കിട്ടുണ്ടാക്കിയിട്ട് പോയാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത് കരുതുക. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ. അവളുടെ പുറകെ അല്ലേ ഞാൻ ഇനിയും പോവും. ആഹാ, കറണ്ട് പോയി. വാ പോയേക്കാം. ഒരു കാര്യമാണ്. ഈ വേണ്ട ഒരു കാര്യം. നീ നമ്മുടെ ചെക്കൻ്റെ എൻട്രോ കൊള്ളക്കില്ല തെണ്ടി. നിന്ന് ചളവാക്കല്ല, വാടേ. പ്രളയക്കെടുതിയിൽ കേരളം. ഒരു പ്രളയം വേണ്ടി വന്നു. ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ. നമുക്കെന്തിനടാ ജാതി മതമൊക്കെ? മതം മനുഷ്യൻ്റെ ശാപമാണ്. മനുഷ്യനെ തമ്മിൽ തരംതിരിക്കുന്ന വേറെ ഒരളവ് കോപ്പ്. നമ്മളൊക്കെ ബോധമുള്ള ആൾക്കാരല്ലടാ. നമുക്കെന്തൊന്ന് ജാതിയും മതവും. ഒരു ബോധമില്ലാത്ത അവന് കാര്യം മനസ്സിലായി. നാട്ടുകാർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എന്താ പണിയാ? രാഘവേട്ടാ. എന്താണ് പിള്ളേരെ, നല്ല പൊളിയാണല്ലോ. എന്തോ
എങ്ങനെ എന്റെ പൊന്നോ ആരെയും പറയണേ? ഓടാ ചള്ളിച്ചക്ക, നമ്മളൊക്കെ വെറും പാവങ്ങളാ. എല്ലാം മണിയാ രാഘവേട്ടാ, വിഷ്ണു എക്സാമിൻ്റെ കാര്യം വല്ലതും പറഞ്ഞു. വല്ലതും അറിയാൻ വഴിയുണ്ടോ? ഇല്ലടാ, അടുത്ത മാസം അറിയാന്ന് കേട്ടത്. ആ ശരി ശരി. നീ നമ്മളെ ഗ്യാങ്ങിന്റെ പേര് കളയോടാ. ജോലിക്ക് ജോലി തന്നെ വേണം മോനെ. അവൻ്റെ ഒരു നീയൊക്കെ പുച്ചിക്കട. 4-5 കൊല്ലം ചങ്കു കൊടുത്ത് പ്രണയിച്ച പെണ്ണ് ഇന്നലെങ്ങാണ്ടോ ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ട ഒരുത്തൻ്റെ പഞ്ചാര വാക്കിട്ട് അവൻ്റെ പിന്നാലെ പോയി. അവൾക്ക് ഞാൻ ഒരു പൂജയായിരുന്നടാ. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി താടി വളർത്തി കരഞ്ഞോണ്ട് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് സാധിച്ചു കാണിക്കണം. ആളിയ ആണ് നിനക്ക് വരുന്ന താടി. എനിക്ക് താടിയില്ല. പോടാ തെണ്ടി. സീരിയസ് ആയിട്ട് ഒരു കാര്യം നോക്കടാ ബിബി. അവർ പറയൂ സത്യ. നിനക്ക് ആയിക്കോട്ടെടാ നാറിയല്ലേ. ശരി, നിന്റെ ലച്ചുവിൻ്റെ കാര്യം എന്താ? നിനക്ക് പറഞ്ഞൂടെ? ആന്ന് അത് പറഞ്ഞൂടെ? നീ പറഞ്ഞോ? പറഞ്ഞേ എപ്പോ? അതാ ആര്യനെ അടിച്ചില്ലേ? മിടുക്കൻ. എന്നിട്ട് അവൻ ഒരുപാട് തെളിയോ? ഇല്ല. വേദനിച്ചോ ഒരുപാട്? അവൻ നിന്നെ ശല്യം ചെയ്തപ്പോ തോന്നി അത്രയും വേദന എനിക്കുണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. ഓ നശിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് വലിയ ശല്യം. അത് വിട്. എന്നിട്ടെന്തായി? എന്നിട്ടെന്താ ഇത്രയൊക്കെ തന്നെ. എന്തായാലും ഞങ്ങളുടെ ഒരു വാക്ക് പോടാ. എന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഇതിന്റെ മറ്റേ കാരുടെ അടുത്ത് പൊട്ടിച്ചാ മിണ്ടായിരിക്കും, അവൻ പറയട്ടെ. നിനക്കറിയാലോ ബിബി, പ്രേമിച്ച് നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നിനക്കറിയാത്തതല്ലല്ലോ എൻ്റെ വീട്. സമയമാകുമ്പോൾ വീട്ടുകാരെ കൂട്ടി വന്നോളൂ. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. മിടുക്കൻ പിള്ളേടെ മോനെ. അങ്ങനെയാണ് നീ ഇന്ന് തന്നെ വീട്ടിൽ പറയണം. അത് ശരിയാ. അത് ശരി. പെട്ടെന്നൊരു തീരുമാനമാവുമല്ലോ, പിന്നീട് നോക്കിക്കണ്ടല്ലോ. മൈ ഗോഡ്, നേരെ ഒരുപാടായി മക്കളെ. ഷോ നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ എന്റെ മനുഷ്യാ, ഞങ്ങളെ ഉപദേശിച്ച ആളാ. കിടപ്പ് കണ്ടില്ലേ? ഇനി ഇങ്ങനെ ആരും ഉപദേശിക്കാനാ? ഓടാ മതി മതി, നീ ഒരുപാട് പൊതിച്ച് ഞങ്ങളുടെ കഞ്ഞുള്ളി കിട്ടിക്കണ്ട. ഓടച്ചക്ക. ഓ വന്നോ ഊര് തണ്ടി? എവിടെ ഇരുന്നടാ? ആ വല്ല ആലിഞ്ചോട്ടിലും കാറ്റുകൊള്ളാൻ പോയതാവും. അവൻ ഈയിടെയായിട്ട് ആലിഞ്ചോട്ടിലെ കാറ്റുകൊള്ളൽ കുറച്ച് കൂടുതലാ. ഏട്ടൻ ആലിഞ്ചോട്ടിലിരിക്കുമ്പോൾ ഞാൻ കോളേജിൽ പോണ കാര്യം മറന്നൂലേ? കുറേയായി ഞാൻ കാണുന്നു. ഏട്ടൻ ആ ലിച്ചുനോട് ഇഷ്ടാന്ന് പറഞ്ഞൂല്ലേ? എനിക്കാണേലും അവളെ കണ്ണെടുത്താ കണ്ടൂടാ. മറക്കാൻ എനിക്ക് പറ്റില്ല. അവള് നല്ലൂട്ടിയാ. ഞാൻ അവിടെ തന്നെ കിട്ടും. ഏട്ടാ ഷൗട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പണിക്കരെ കണ്ടിരുന്നു. ഏട്ടനെ ചതിക്കപ്പെടാനുള്ള യോഗം ഉണ്ടെന്നാ പറയണേ. അതുകൊണ്ട് അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത്? നമ്മുടെ സുന്ദരി ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നാ കൊള്ളാന്ന്. നീ വേണ്ടാതെ കാര്യത്തിലോട്ടെ അടിച്ചു പൊടി. ഓ ഇപ്പൊ ഞാനായില്ലേ കുറ്റക്കാരി? നിന്റെ മനസ്സിലിരിപ്പ് ഒന്നും ഇവിടെ നടക്കില്ല. അതൊക്കെ മനസ്സിൽ വെച്ചോളൂ. സുഭാഷേ പണി കിട്ടിടാ. എന്ത് പറ്റിയടാ? കാര്യം എന്താ? അമ്മ കട്ടത്തിനടി. എന്റെ പെങ്ങളില്ലേ ആശാപ്പം, അവളെനിക്ക് പണി തരാ. പിന്നെ ഒരു കാര്യം,
ബിബിയെ ഞാൻ വിളിക്കാം. ആ ഓക്കെ ഓക്കെ. ഇരിക്കി. ഞാനൊരു കൂലിപ്പണിക്കാരനാ. നിന്റെ അത്രയ്ക്ക് ബുദ്ധിയും പഠിപ്പൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ നിന്റെ അച്ഛനാ. നീ പറയുന്ന ആ പെൺകുട്ടിയായിട്ട് ഒത്തുപോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അറിയാലോ, 10 വർഷം മുമ്പ് കഴിഞ്ഞത് ആ കുടുംബമായിട്ടുള്ള ബന്ധം. ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പൊ കരുണ എന്നോട് കാണിക്കും. ബന്ധം ഇവിടെ അവസാനിപ്പിക്കും. അച്ഛൻ ഇതുവരെ ആരുടെ കാലി വീണിട്ടില്ല. ഇനിയിപ്പം മകന്റെ കാലി വീണെന്നെങ്കിൽ അമ്മ എന്തിനാ ഒച്ച വെക്കണേ? അവനറിയാലോ ആ കൊണ്ടുപോയിട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ. ഞാനിത് സമ്മതിക്കില്ല. നമ്മളെ ചതിച്ച കുടുംബത്തിൽ നിന്ന് തന്നെ വേണം അവന് പെണ്ണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല. സുമിത്രയുടെ വീട്ടിൽ നാളെ തന്നെ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ മോൻ ശരിയാവില്ല. ഒരച്ഛൻ മകൻ്റെ കാല് പിടിക്കുന്നതിലും വലിയ തോൽവരും മകന് വരാനില്ലേ? ഞാനോട് ഇഷ്ടത്തിലൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താച്ചാ നിങ്ങൾ തീരുമാനിച്ചോളൂ. നേരെ ഒരു പടയില്ലേ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ നമുക്ക് സുമിത്രയുടെ വീട് വരെ ഒന്ന് പോകണം. എന്തിനാ എത്ര പെട്ടെന്ന്? എൻ്റെ ഇപ്പോഴത്തെ വർക്ക് പോലും ഒക്കെ അല്ല. ഇപ്പൊ വേണ്ട, ഇപ്പൊ പറഞ്ഞുറപ്പിച്ച് വെക്കാലോ. 25 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് മംഗലയോഗം ഇല്ല. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ. ശരി, എല്ലാം പറഞ്ഞ പോലെ. ഞങ്ങൾ ആലോചന കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നായിരുന്നു പേടി. അവൻ നല്ല പയ്യനല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമാതിരിക്കോ? ഇത് ഉറച്ചതാ. അതെ അതെ അതെ. കേട്ടില്ലേ, അവരെല്ലാം തീരുമാനിച്ചെന്ന് തോന്നുന്നു. നിനക്കെൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നത് എൻ്റെ അച്ഛനാണ്. അമ്മ ഗൾഫിൽ പോയത് തന്നെ അച്ഛൻ്റെ ചികിത്സയ്ക്കാണ്. അതുകൊണ്ട് അച്ഛൻ്റെ തീരുമാനങ്ങളാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഈ തീരുമാനത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ആടേ, നീ നാളെ ടൗണിലോട്ടൊന്ന് പോയോ? നമുക്കൊരു ഷേക്കൊക്കെ കുടിച്ചിട്ട് പോവാം. അയ്യോ ഇബി, ഇന്ന് പറ്റില്ല. ചേച്ചിയും ഭർത്താവും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നോക്കാം. നിനക്ക് ഓരോ തവണ ഓരോ ന്യായങ്ങളാണല്ലോ. ഒന്ന് ക്ഷമിക്കും മാഷേ. ആ പിന്നെ ഞാൻ ഇന്നലെ ഡെന്റിസ്റ്റിനെ കണ്ടായിരുന്നു. റൂട്ട് കനാൽ ചെയ്യണമെന്നാ പറഞ്ഞേ. 8000 രൂപ ആവട്ടോ. പേടിക്കണ്ട, പൈസ ഞാൻ തന്നേക്കാം. നീ ഒന്ന് വന്നാ മതി. ആ എങ്കിൽ ഞാൻ വരാം. ആ ശരി ശരി, പിന്നെ വിളിക്കാം. സുഭാഷ് വിളിക്കുന്നു. ഓക്കെ ഓക്കെ ബൈ. കുറി കഴിഞ്ഞടാ നാറി. എടാ പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ കിട്ടാനേ ഇല്ലല്ലോ. ഞങ്ങൾ ഈ കുളക്കടവിലുണ്ട്, നീ വാ, കുറച്ച് ഐറ്റംസ് ഉണ്ട്.
ആ രാഘവേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. കാര്യമായിട്ടാണല്ലോ. ഓ പ്രണയനായകൻ വന്നാ പോടെ തെണ്ടിയാണ്. എന്താ ഇത്ര പ്രത്യേകത? ഇന്ന് ആർക്കെങ്കിലും ലോട്ടറി അടിച്ചാ? എടാ ഈ തെണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് കളഞ്ഞടാ. ഇവന് ജോലി കിട്ടിയടാ. പോടാ നേട്ടപ്പതിരി പോട്ടത്തരം പറ. ആടാ ശരിക്കും കിട്ടി. ആർക്ക്? ഇവനെ? അതേടാ. ആ അല്ലടാ ബേബി, കാര്യം സത്യം. എടാ ഈ എക്സാമിന് പോയ നീ മറന്നോ? ഇന്റർവ്യൂ പാസ്സായിട്ട് തെണ്ടി നമ്മളോട് പറയണേ. അച്ഛനെ പൊളിച്ചടാ. ഇനി നിന്നെ ഇട്ടിട്ട് പോയാലൊന്ന് വേർക്കും. എടാ നമ്മൾ ശ്രമിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാടാ? ചിലപ്പോൾ നമ്മുടെ അമൂല്യമായ പലതും തട്ടിപ്പറിച്ചുകൊണ്ട് അതെന്തിനാണെന്നറിയും. അതിലും അമൂല്യമായ പലതും നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് കുപ്പി വെള്ളത്തിൽ ഉണ്ടാ നാളെ കുളിക്കാൻ വരാനുള്ള. നീ വീഴല്ലാട്ടാ. കൊള്ളടാ നീ കളിപ്പി. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. തോണിക്കായിട്ട് നടന്നവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി കിട്ടി പോകുമ്പോൾ നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ച പോലെയാ. എനിക്കൊരു ജോലി കിട്ടാതെ ഈ കല്ലിൻ്റെ ഭാരം പോവില്ല. പോവോ? മച്ചനെ, നിനക്ക് നിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ ചേട്ടാ. നിനക്ക് എന്നെക്കാൾ വലിയ ജോലി വാങ്ങാനുള്ള കഴിവുണ്ട്. അത് നീ ശ്രമിച്ചാൽ നടക്കും. ഒന്നില്ലല്ലേ നീ എന്നെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിനല്ലടാ. എന്നിട്ട് ഈ കല്ലെടുത്ത് അവന്മാരുടെ നെഞ്ചത്ത് വെച്ച് കൊടുക്ക്. അവർക്ക് ഇവർക്ക് ഓക്കെടാ, നാളെ കാണാം. ഞാൻ പറഞ്ഞെന്ന് മറക്കണ്ട. ഹലോ. ആ ശരി ശരി. ആ പിന്നെ ഒരു കാര്യം, നമ്മുടെ സുഭാഷിന് ജോലി കിട്ടി. പിന്നല്ല ഡീഡി. ആ ബൈ. ഇനി ഞാനും ഒന്ന് പഠിക്കട്ടെ. ഓ പിന്നെ സുഭാഷ് ആവാനായിരിക്കും. പറ്റുന്ന പണിക്ക് നിന്നാ പോരെ. ശരി, നാളെ കാണാം. പൈസ മറക്കണ്ട. എവിടെ ആയിരുന്നടി? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോറി, അച്ഛൻ്റെ കാര്യം അറിയാലോ. മരുന്ന് എടുത്ത് കൊടുക്കാണ്ടായിരുന്നു. ചേച്ചി വന്നിട്ടില്ലേ? ചേച്ചി എടുത്ത് കൊടുക്കില്ലേ? അത് പിന്നെ ഞാൻ എടുത്തു കൊടുക്കുന്ന പോലെ ആവില്ലല്ലോ. ആ പിന്നെ എൻ്റെ കാശ് എവിടെ? കാശ് എടുക്ക്. നീ ഇവിടെ ആദ്യം ഒന്നും ഇരിക്കി. എന്താടി ക്യാഷ് മാത്രം മതി നിനക്ക്? വന്നതും ക്യാഷാണല്ലോ ചോദിക്കണത്. അത് പിന്നെ മറന്നുകൊണ്ടെന്ന് വെച്ചിട്ടാ. ആ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇന്നലെ അമ്മ ഒരുപാട് സംസാരിച്ചു. കാലിന് നീരാത്ര. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മ ഇനി എന്താ നാട്ടിലേക്ക്? ഇനിയിപ്പോൾ ഉണ്ടാവോ? ഇനിയിപ്പോൾ ഉണ്ടാവില്ല. ഓ എന്തൊരു സ്റ്റൈലല്ലേ. എൻ്റെ സങ്കല്പത്തിൽ ഇങ്ങനൊരു ചെക്കനായിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു പേക്കോലം. അവനെ മിക്കവാറും ഞാൻ കൊല്ലും. എൻ്റെ കഞ്ഞി പാറ്റയുടെ വന്ന തെണ്ടി. ശരി എന്നാലും നേരം വൈകി, ഞാൻ പോവാ. വന്നിട്ട് 10 മിനിറ്റ് പോലും ആയില്ലല്ലോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എനിക്ക് രേഷ്മേനൊന്ന് കാണണം. ശരി വാ, ഞാൻ കൊണ്ടാക്കാം. ആ ശരത്തെ പറടാ. നിങ്ങൾ എന്നാടെ സംസാരിച്ചിരിക്കും, ഞാൻ പോവാ. അളിയാ നീ എവിടെ? ഞാനിവിടെ ആലും ചൂട്ടിലുണ്ടാ. സുമിത്രനെ കാണാമെന്ന്. ആ പിന്നെ ഒരു കാര്യം,
നമുക്ക് ആ വേണുവേഷണം വീട് വരുന്ന പോകണം. അച്ഛൻ കുറച്ച് പൈസ തന്നിണ്ടേ, അതൊന്ന് കൊടുക്കണം. നീയും കൂടെ വന്നേ, ഞാൻ അവിടേക്ക് വരാട്ടാ. ഓക്കേടാ, ഞാൻ എവിടെ ഉണ്ട്, നീ പെട്ടെന്ന് വാ. ആ രാഘവന്റെ പാട്ടൊന്ന് കള്ളാട്ടാ. എന്തായിരുന്നു പാട്ട്? എടാ ഒരു കോൾ ചെയ്യണോ? ഇറങ്ങടാ. ഒന്ന് വേഗം വാടാ. വൈകിട്ട് സുഭാഷ് വരുന്നുണ്ട്, എന്നെ ഒന്ന് കാണണമെന്ന്. എന്നെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ. അതെങ്ങനെ ഫുൾ ടൈം ഫോണിൽ കുറുകലല്ലേ? ഓടാ. ബിബി, ആ എന്താ ചേട്ടാ ഇവിടെ? കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. നിന്നെ കാണണമെന്ന് വെച്ചിട്ട് കുറച്ച് നാളായി. നീ ഇങ്ങോട്ട് വരുന്നത് കണ്ടു, അത് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓക്കെ എന്നാ. ഓക്കെ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ഞാൻ മരിക്കും. മച്ചാനെ നായിൻ്റെ മോള് ഫുൾ ടൈം ബിസി. സുഭാഷേ, എവിടേക്കാടാ? വരടാ. ആ ആ ആ പിന്നെ എനിക്ക് ദേഷ്യം ഉണ്ട് കേട്ടോ. എനിക്ക് അതിനേക്കാളും ദേഷ്യം വരുന്നത്. നിങ്ങളായിരുന്നോ? ആ അമ്മയോടായിരുന്നു, അതാ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ ഞാൻ. ഒരു വാരം നാളെ സഹിക്കണു. ഇതിന് മാത്രം നിന്റെ അമ്മയോട് എന്താണ് സംസാരിക്കണേ? എന്താ സുമിത്രേ? നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ്. പിന്നെ ഞാനടി നിന്റെ പൂജിക്കണ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. അച്ഛൻ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ ബഹളം വെക്കും. അങ്ങനെ ചെയ്താ ഈ ബന്ധം തന്നെ ഇല്ലാതാവും. അങ്ങനെ വേണോ? വേണോ? അങ്ങനെ വേണം. നിനക്ക് ചെയ്യാൻ പറ്റൊരു ചേടി. കുറേ ഞാൻ സഹിക്കണു. ഇനി എനിക്ക് ഞാനായിട്ട് ജീവിക്കണം. എന്നെ കൺട്രോൾ ചെയ്യാൻ ഇനി ഒരുത്തി വരരുത്. എന്നാ പിന്നെ എന്നെയും കൺട്രോൾ ചെയ്യണ്ട. വിടടാ. നീ പോടി. അവൾക്ക് തോന്നിയവരൊക്കെ അവള് വിളിക്കും. അതെന്റെ പെണ്ണായിരിക്കും നടക്കില്ല. ഇല്ലടാ, അവള് നിന്റെ പെണ്ണായിട്ട് ഇരിക്കില്ല. ഇറങ്ങി പോടാ. ഈ ബന്ധത്തോടെ അവസാനിക്കുക. ഇനി മേലെ എൻ്റെ കൺമുമ്പിൽ കണ്ണു. ആ ഏട്ടാ, വൈകാ വിപിൻ എവിടെ? ഇന്നലെ വരാന്ന് പറഞ്ഞ് പോയതാ. ഏട്ടൻ കാലത്ത് തന്നെ ഡൽഹിക്ക് പോയല്ലോ. ഡൽഹി? അവനെന്താ പറയാതെ പോയേ? അത് പിന്നെ ഏട്ടാ ആരോടും പറയില്ലേന്ന് പറഞ്ഞിരുന്നു. കോപ്പ്.
എവിടെയായിരുന്നടാ നീ? നീ എന്നാ ഡൽഹിക്ക് പോയി ഞങ്ങളൊന്നും പറയാതെ? അവള് പോയ പോട്ടാ കോപ്പേ. അതിന് നീ എന്തിനാണോ കരയണത്? പ്രേമ നൈരേഷമുത്തി സന്യാസിനി പാടാനാണെങ്കിൽ നിനക്കെങ്ങനെയാണ് ഡിഫൻസിൽ ജോലി കിട്ടണേ? ഞാൻ അവളുടെ ബന്ധുവാണ്. അതിനാൽ തന്നെ എനിക്കെല്ലാം പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറയാം, നീ ഈ ബന്ധത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീ എനിക്ക് അനിയനെ പോലെയാണ്. അവൾ ശരിയല്ല. ഞാനീ പറഞ്ഞത് നമുക്കുള്ളിലിരിക്കട്ടെ. ഇവനെങ്ങനെ ജോലി കിട്ടി? അവൻ പണ്ടേ അങ്ങനെയല്ലേ, എല്ലാവർക്കും ഓരോ സർപ്രൈസ് കൊടുക്കും. അവൻ പഠിച്ചിട്ട് തന്നെയാണ് ജോലി കിട്ടിയത്. എനിക്കെല്ലാം അറിയായിരുന്നു. ഈടാ കള്ള. നീ പെട്ടെന്ന് ചെല്ല്, നിനക്ക് പോവേണ്ടതല്ലേ. രണ്ടാ അടിച്ചിട്ട് പോടാ. അടിക്ക്. ഇവനൊന്ന് അടിച്ചിട്ട് കിട്ടുന്ന ലഹരി വേണ്ട. ഇനിതൊക്കെ വെക്കാം. ചങ്ക് തകർത്തു പോകുന്ന കാമുകിയേക്കാളും ചങ്ക് പറിച്ച് നൽകുന്ന സുഹൃത്തുക്കളാണ് നല്ലത്. എത്തിയിട്ട് വിളിക്കണം. എടാ ഇപ്പൊ പോയ ട്രെയിൻ കിട്ടും, ഒന്ന് വാ. ചെല്ല് ചെല്ല്. ഇതായി 3 സൂചിയുള്ള കറക്കമാണ് നേരം. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ആരൊക്കെ എവിടേക്ക് എത്തുമെന്ന് ആർക്കും പറയാനാവില്ല. ദേ ഈ 4 ചക്രങ്ങൾ ഉരുളുന്നത് ഒരു തേരിലേക്കാണ്. ആ തേരവനെ കൊണ്ടെത്തിക്കുന്നത് അവൻ്റെ സ്വപ്നങ്ങളിലേക്ക്. തോൽവികൾ പലതും ഉണ്ടാകും, ദുഃഖങ്ങളും. അവയെല്ലാം ഓരോന്നായി തോൽപ്പിക്കണം. അപ്പോഴാണ് ഒരു ഹീറോ ജനിക്കുന്നത്.